നമസ്കാരം. നമ്മൾ പലപ്പോഴും ഭാവിയെപ്പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നായിരിക്കും അല്ലേ? പൈസ, സമയം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ആശയം അത് കുറച്ച് വ്യത്യസ്തമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പിൽ ഇതിനെ ബ്ലൂ സ്കൈ തിങ്കിങ് എന്ന് പറയുന്നുണ്ട്. പരിമിതികളില്ലാത്ത ചിന്ത. എന്താണിത് സംഭവം? നമുക്കിതിലൊന്ന് ആഴ്ന്നിറങ്ങിയാലോ? തീർച്ചയായും. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മൾ ഭാവിയെക്കുറിച്ച്, പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ തടസ്സങ്ങളെയും, എല്ലാ പരിമിതികളെയും, അത് ചിലപ്പോൾ പൈസയുടെ കാര്യമാവാം, സാഹചര്യങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ പേടികളാവാം, അതൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക. എന്നിട്ട് യാതൊരു അതിർവരമ്പുമില്ലാതെ ഫ്രീ ആയിട്ട് ചിന്തിക്കുക. ഒരു ഒഴിഞ്ഞ ക്യാൻവാസിൽ നമുക്കിഷ്ടമുള്ള ചിത്രം വരയ്ക്കുന്ന പോലെ ഒരവസ്ഥ. ഓഡിയോയിൽ സംസാരിക്കുന്നയാൾ സ്വന്തം കാര്യം പറയുന്നുണ്ടല്ലോ, അല്ലേ? എനിക്ക് തോന്നുന്നു ഭാര്യ, പിന്നെ 1 തൊട്ട് 9 വയസ്സുവരെയുള്ള 4 കുട്ടികൾ, അതെ, നോക്കാൻ അച്ഛനമ്മമാര്, ലോണുകള്, അങ്ങനെ എല്ലാ പ്രാരാബ്ധങ്ങളും ഉള്ള ഒരാളാണ് ഇത് പറയുന്നത്. അതെ. അത് പുള്ളി എടുത്തു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതാരോ സ്വപ്നലോകത്തിരുന്ന് പറയുന്ന കാര്യമല്ല. സാധാരണ ജീവിതം നയിക്കുന്ന ഈ പറഞ്ഞ പോലത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ള ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്താരീതിയാണിത്. ഇതൊരു യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമേ അല്ല. ഓക്കെ, പക്ഷേ എനിക്കൊരു സംശയം. നമ്മളിങ്ങനെ ഈ തടസ്സങ്ങളൊക്കെ, അതായത് ഭാര്യ, കുട്ടികള്, കടമകള്, അതൊക്കെ യാഥാർത്ഥ്യമല്ലേ? അതിനെ നമ്മൾ വെറുതെ ഇല്ല എന്ന് തൽക്കാലത്തേക്കാണെങ്കിലും പോലും അങ്ങനെ വിചാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതൊരു വെറുമൊരു ചിന്താവ്യായാമം മാത്രമായി പോയില്ലേ? അത് നല്ലൊരു പോയിന്റാണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു കാതല് കിടക്കുന്നത്. ഇത് യാഥാർത്ഥ്യത്തെ നിഷേധിക്കലല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഒരു ക്രമം, ആ ഓർഡർ ഒന്ന് മാറ്റുകയാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിൽ വരും, അയ്യോ അതിന് കാശില്ലല്ലോ, എനിക്ക് സമയമില്ല, അത് നടക്കില്ല. ശരിയാണ്. ഈ ചിന്തകള് അത് തുടക്കത്തിലെ നമ്മുടെ സാധ്യതകളെ അങ്ങ് പൂട്ടിയിടും. ബ്ലൂ സ്കൈ തിങ്കിങ് പറയുന്നത് ആദ്യം ആ പൂട്ടുകൾ ഇല്ലെന്ന് സങ്കല്പിക്കുക, താൽക്കാലികമായിട്ട്. എന്നിട്ട് എന്താണ് ഏറ്റവും വലിയ സാധ്യത, ഏറ്റവും വലിയ സ്വപ്നം, അതങ്ങ് ചിന്തിക്കുക. അപ്പോൾ ശരിക്കും നമ്മുടെ ചിന്തകളെ പിടിച്ചുവെക്കുന്ന കാര്യങ്ങളെ അങ്ങ് തൽക്കാലത്തേക്ക് പൊട്ടിച്ചെറിയുക, അങ്ങനെയാണോ? ഏതാണ്ടതെ. ആ ഓഡിയോയിൽ പറയുന്ന പോലെ ആ ഒരു റൂൾ ബുക്കില്ലേ, അതങ്ങോട്ട് കീറിക്കളയുക. പക്ഷെ ഓർക്കണം, ഇത് ചിന്തയുടെ തലത്തിൽ മാത്രം. അങ്ങനെ വലിയ ലക്ഷ്യം, ആ ഒരു ദർശനം, അത് മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പില് നമുക്ക് തിരിച്ച് ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം, ഈ തടസ്സങ്ങളിലേക്ക് വരാം. എന്നിട്ട് ആ ലക്ഷ്യത്തിലെത്താൻ ഈ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് പ്ലാൻ ചെയ്യാം. ശരിയാണ്. തുടക്കത്തിലെ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ വലിയ സ്വപ്നങ്ങൾ കാണാൻ തന്നെ പറ്റില്ലല്ലോ. ഈ കോർപ്പറേറ്റ് ലോകത്തൊക്കെ പുതിയ ഐഡിയാസ് കിട്ടാൻ ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? തീർച്ചയായും ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പുതിയ പ്രോഡക്ട്സ്, പുതിയ സർവീസസ്, നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊരു പുത്തൻ പരിഹാരം കണ്ടുപിടിക്കാൻ. ഇതിനൊക്കെ ബ്ലൂ സ്കൈ തിങ്കിങ് നല്ലതാണ്. കാരണം അത് നമ്മളെ ആ ഒരു ബോക്സിന്റെ പുറത്ത് ചിന്തിക്കാൻ സഹായിക്കും. നിലവിലുള്ള രീതികൾ, നിയമങ്ങൾ, അതിനപ്പുറം പോകാൻ. ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് തോന്നുന്ന പല ഐഡിയകളും വരുന്നത് അത് മിക്കവാറും ഇത്തരം ഫ്രീ തിങ്കിങ്ങിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ആ ചിന്തയുടെ ഒരു ഓർഡർ തെറ്റിക്കരുത് എന്നതാണ്. ആദ്യം പരിമിതികളില്ലാതെ ഏറ്റവും വലുതായി ചിന്തിക്കുക, ആ ലക്ഷ്യം സെറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം അതിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കുക. കൃത്യം അതുതന്നെ. ആ ഓഡിയോ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം അതുതന്നെയാണ്. ആദ്യം തുറന്ന മനസ്സോടെ, ഒരു പരിധിയുമില്ലാതെ ചിന്തിച്ച് ഒരു ലക്ഷ്യം രൂപപ്പെടുത്തുക. ആ ലക്ഷ്യത്തിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മാത്രം പ്രാക്ടിക്കൽ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആ വലിയ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ പിന്നീട് ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു പ്രത്യേക ഊർജം നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു ചിന്താപരീക്ഷണം മാത്രമാണെന്ന് എപ്പോഴും ഓർക്കണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാനല്ല ഇത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങളെയും പരിമിതികളെയും അതൊക്കെ തൽക്കാലം ഒന്ന് മറന്ന് ഒരു അതിർവരമ്പുമില്ലാതെ സ്വപ്നം കാണുന്ന ആ ഒരു രീതിയെക്കുറിച്ചാണ്. ബ്ലൂ സ്കൈ തിങ്കിങ്.
ആ വലിയ ചിത്രം മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തടസ്സങ്ങൾ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല അല്ലേ? ഒരു പ്രത്യേക ധൈര്യം കിട്ടും. തീർച്ചയായും. ആ ഒരു ക്ലാരിറ്റി, ആ ലക്ഷ്യബോധം, അതാണ് പ്രധാനം. ശരി, അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായിട്ടൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ലെന്ന് നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പരിമിതി, ഒരു ബ്ലോക്ക് എന്താണ്? അതൊരു പക്ഷേ സാമ്പത്തിക കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്നുള്ള പേടിയാവാം. ആ ഒരൊറ്റ പരിമിതി, അതുമാത്രം താൽക്കാലികമായിട്ട് ഇല്ല എന്നോ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്തു പുതിയ സാധ്യതകളാണ്, എന്തു പുതിയ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്കിപ്പോൾ വരുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.